ഞാൻ മണാലിയുടെ വ്ളോഗ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നിട്ട് ഡൽഹിയിലേക്ക് പോകാനായിട്ട് പോവാണ്. ഇത് ഞങ്ങളുടെ മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. 5:30 ഫ്ലൈറ്റ്, പക്ഷേ അത് ഡിലേ ആയി 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 7 മണി ആവാറായി. ആ ഒരു ടൈമിലാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ഇതൊരു 3 hours ഫ്ലൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ പോകണം എന്ന് ഡിസൈഡ് ചെയ്തപ്പോഴേ ഞങ്ങൾ ഫ്ലൈറ്റാണ് പോകാമെന്ന് വിചാരിച്ചത്. കാരണം ട്രെയിന് പോവുകയാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. 2 ദിവസമാണ് പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചെവി വേദന എടുക്കുന്നു എന്നാണ്. കാരണം നല്ല ഹൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് സൈഡിലിരിക്കുന്നവർക്ക് ചെവിക്ക് ചെറിയൊരു ഡിസ്കംഫേർട്ട് ഉണ്ടാവും. കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഡിസ്കംഫേർട്ട്. അങ്ങനെ ഞങ്ങളൊരു 10:30 ആ ഒരു സമയം ആയപ്പോഴേക്കും 11 മണി ആ ഒരു സമയം ആയപ്പോഴത്തേക്കും നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ഒരു ടാസ്ക് തുടങ്ങുന്നത്. ഏറ്റവും വലിയൊരു പണി കിട്ടിയത്. ഞങ്ങളൊരു കാറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്യുക മീൻസ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ഒരു 1 day, അതായത് ഞങ്ങൾക്ക് ഈവനിങ് 6:30 ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ട്രാവൽ ചെയ്യാനും ഡൽഹി കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനും വേണ്ടിയിട്ട് ഒരു കാർ ഒരാളുമായിട്ട് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തലേ ദിവസം വിളിക്കാൻ മറന്നുപോയി. എൻ്റെ ഒരു ഫോൾട്ടാണ്. അപ്പോൾ ആൾ പിറ്റേന്ന് അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് ഒരു ഇതും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് തന്നെ ആളെനിക്ക് വേറൊരു ടാക്സി അറേഞ്ച് ചെയ്തു വന്നു. അപ്പോൾ ഞങ്ങളോട് ഇതാണ് എയർപോർട്ട് വന്നിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. അവിടെ നിന്ന് കയറി വേറൊരു സ്റ്റേഷനിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ മെട്രോയിൽ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ഡൽഹിയിൽ, ഒന്നും അറിയത്തില്ല. ഇപ്പോൾ ആ ചേട്ടനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഫുൾ പെട്ടുപോയേനെ കേട്ടോ. കാരണം ഇവിടുത്തെ ട്രാഫിക് അറിയാമല്ലോ, നമുക്ക് കറക്റ്റ് ടൈമിന് എത്തുകയും വേണം. അങ്ങനെ ആ ഒരു ചേട്ടൻ്റെ കാറിൽ കയറി ഇത് ഏകദേശം 12:30-1 മണി സമയം, ഉച്ച സമയമായി കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലായത്. കാരണം ഞങ്ങൾ പോയത് മൺഡേ ആണ്. അപ്പോൾ മൺഡേസിൽ പോകുന്നവർ ശ്രദ്ധിക്കുക, ചില ഇതൊക്കെ ഓപ്പൺ ആയിരിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ഫുഡ് കഴിക്കാനാണ്. കാരണം വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ശരവണ ഭവനിൽ പോയിട്ട് ദോശയൊക്കെയാണ് കഴിച്ചത്. കാരണം ചോറ് കഴിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു അതുകൊണ്ട്. അപ്പോൾ ഇതാണ് സ്പോട്ട് വന്നിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ വീണ്ടും ചേട്ടൻ കൊണ്ടുപോയത് ഒരു മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഇത് കൂടുതലും വിൻ്റർ വെയേഴ്സ് കിട്ടുന്ന ജാക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് വിൻ്റർ വെയേഴ്സ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ആളിവിടെ കൊണ്ടുവന്നത്. 100 rupees തൊട്ട് ഇവിടെ വിൻ്റർ വെയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല റേറ്റ് കുറവിൽ. പക്ഷേ നമ്മൾ കുറച്ച് ബാർഗെയിൻ ചെയ്യണം. അതായത് അവർ ആദ്യം നല്ല റേറ്റൊക്കെ പറയും. ചിലത് ഫിക്സഡ് ആയിരിക്കും. 300 പറഞ്ഞാൽ 300 കൊടുക്കത്തുള്ളൂ. ചിലർ 100 ഒക്കെ കുറച്ച് ചോദിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കടകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. അവർ ചിലർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. കാരണം ഇത്രയും ഷോപ്പുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് 2 ജാക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു പേടിച്ചിട്ടാണ്. കാരണം എനിക്കൊരു പേടി, ഫോൺ ആരെങ്കിലും തട്ടിപ്പറിച്ചിട്ട് പോകുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 12 മണി സമയത്താണ് ഇവിടെ ഓപ്പണായി വരുള്ളൂ. കാരണം നല്ല ഡൽഹി എത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 12 മണിക്ക് ഓപ്പണായി വരുന്നതേ ഉള്ളൂ. അത്രയും തിരക്കും ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിൻ്റർ വെയേഴ്സൊക്കെ മേടിച്ചിട്ട് വീണ്ടും പോവാണ്. അപ്പോൾ ഞങ്ങൾ എവിടെയാണ്, ഇന്ത്യ ഗേറ്റ് കാണാനായിട്ടാണ് ഫസ്റ്റ് പോയത്. പക്ഷേ അതിൻ്റെ അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ റിപ്പബ്ലിക് ഡേക്ക് മുന്നേ ആയിട്ടുള്ള പരേഡൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ അതും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. 3 ദിവസം കൂടുതൽ കാണാനുള്ള ഇതുണ്ട്. അത് നേരത്തെ പ്ലാൻ ചെയ്യണം. നിങ്ങൾ എന്താ നാളെ അടുത്ത ആഴ്ച നിങ്ങൾ തിരിച്ചു പോകുമ്പോഴാണ് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യണം. എന്താണെന്നുള്ളത് എന്നാലും നമുക്ക് അറേഞ്ച് ആയിട്ട് കിട്ടൂടെ. ഇതിപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ഇന്ത്യ വന്നു കഴിയുമ്പോൾ പ്രധാനമന്ത്രിയായിട്ട് എന്തെങ്കിലും സബ്മിഷൻ ചെയ്യാൻ, എന്തെങ്കിലും ഒപ്പിടിയാലേ, അതല്ല ഇവിടെ വെച്ചാൽ. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റോ കൊറിയൻ പ്രസിഡന്റോ ഒക്കെ വരുമ്പോൾ ഇവിടെ വെച്ചാണ് ഇന്ത്യ പ്രധാനമന്ത്രിയായിട്ട് ചർച്ച നടത്തുന്നു. അവർ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം കേട്ടത് ആ ചേട്ടൻ സംസാരിക്കുന്നതാണ് കേട്ടോ. ആ ചേട്ടൻ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ദൂരെ നിന്നാണ് കാണുന്നതെങ്കിലും. ഇതെല്ലാം ഇന്ത്യൻ്റെ സർക്കിൾപ്പെട്ടാണ്. ഇത് എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സാണ്. അപ്പുറേ കാണുന്നത് അത് നോർത്ത് ബ്ലോക്ക്. അതിനകത്താണ് ഫൈനാൻസും ഹോം മിനിസ്ട്രിയും ഒക്കെ. ആ റൗണ്ടിൽ കാണുന്നതാണ് പഴയ പാർലമെന്റ്. ഈ കാണുന്ന പുതിയ പാർലമെന്റ്. ഓക്കെ. എന്തിനാണ് പുതിയ പാർലമെന്റ് പണിതത്? അതിനകത്ത് സ്ഥലം കുറവാണ്. തന്നെ ബ്രിട്ടീഷുകാർ പണിതല്ലേ, മാറ്റി പിടിച്ചു.
ഇതിനകത്ത് കൂടുതൽ അത് പഴയത്. അതിനകത്ത് നമുക്ക് സ്വന്തമായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതിനെല്ലാം ഇത് വേൾഡ് ഹെറിറ്റേജ് പെട്ടതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് റിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഗവൺമെൻറ് അവിടെ ഇതിൻ്റെ അംഗീകാരം വേണം. വേൾഡ് അതാണ് പുതിയ പാർലമെന്റ്. അവിടെ നിർത്തി നിങ്ങൾ ഫോട്ടോ എടുത്തു. അപ്പോൾ ആൾ ഞങ്ങളെ ഇവിടെ ഇറക്കി തന്നു ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ നിൽപ്പുണ്ട്, ഫോട്ടോ എടുത്തു തരാം. പെർ ഫോട്ടോസിന് എത്രയാണ് 30 അവർ ചോദിക്കുന്നത്. 30 ആദ്യം 50 ചോദിക്കും, പിന്നെ അവർ പറഞ്ഞു 30 ആക്കും, 5 ഫോട്ടോ തരാം, 4 ഫോട്ടോ തരാം എന്നൊക്കെ പറയും. അങ്ങനെ ബാർഗെയിൻ ചെയ്തൊക്കെ ഫോട്ടോസ് എടുത്തു. പിന്നെ ഒത്തിരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരിടത്തും ഇറങ്ങാനൊന്നും ഞങ്ങൾ നിന്നില്ല, കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ ടൈം ഒത്തിരി പോവും, നമുക്കിനി ടൈമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഇനി കാണാൻ പറ്റുന്നത് കുത്തബ് മിനാറാണ്. അപ്പോൾ അവിടെ പോയി ടോക്കൺ എടുക്കാനായിട്ട് നിന്നു. അവിടെ ഒരാൾക്ക് 30 രൂപയായിരുന്നു എൻട്രി ഫീ വരുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കയറി. ഞങ്ങൾ തിരക്കുണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ച് കയറിയത് കേട്ടോ, പക്ഷെ വൻ തിരക്കായിരുന്നു അവിടെ. കാരണം ബാക്കിയെല്ലാം ഈ മൺഡേയ്സിൽ വരുമ്പോൾ ചില ഈ അമ്പലങ്ങളോ അല്ലെങ്കിൽ ചില പാർലമെൻറ്റ് സംഭവങ്ങളൊക്കെ അവധിയാണ്. അപ്പോൾ ഫ്രൈഡേയ്സിലാണ് ഈ ഒരു അമ്പലങ്ങളും ഒക്കെ അവധിയായിട്ട് വരുന്നത്. അതൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ, കാരണം താജ്മഹലൊക്കെ ഫ്രൈഡേയ്സ് അവധിയാണ്. അതെനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെ ക്ലോസ്ഡ് ആയ കാരണം കുത്തബ് മിനാറിൻ്റെ അവിടെ ഒത്തിരി ആൾക്കാരാണ് എല്ലാം കാണാനായിട്ട് വരുന്നത്. അപ്പോൾ അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു കെട്ടിടം അത് കാണുമ്പോൾ നമ്മൾ ടി വിയിലും ആ ഒരു മൂവീസിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് നേരിട്ട് കാണുക എന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആ ഒരു പൊളിഞ്ഞ കെട്ടിടങ്ങൾ അതൊക്കെ അവരിപ്പോഴും നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നത്. ഒത്തിരി പൊളിഞ്ഞു പോയിട്ടുമുണ്ട്, പക്ഷെ അത് അവരെ അതേപോലെ തന്നെ ഒന്നും ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ആ ഒരു സൺസെറ്റ് ടൈം ആയിട്ടുണ്ട്. ഏകദേശം 4 മണി ആ ഒരു സമയം കഴിഞ്ഞു കേട്ടോ. അതാണ് ആ ഒരു 5 മണി സമയമായി എന്നാണ് തോന്നുന്നത്, എനിക്ക് ടൈം ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഏകദേശം കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ടു. കാരണം ഇനി വേറൊരിടത്തും ഞങ്ങൾക്ക് പോകാനില്ല. അപ്പോൾ ഒരു മാർക്കറ്റിൽ കൂടി ആൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ. അപ്പോൾ അവിടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഞങ്ങൾ ഏകദേശം എത്തിയപ്പോൾ 6 മണിക്കൊക്കെ സമയം കഴിഞ്ഞു. അപ്പോൾ ആൾ ഞങ്ങളെ കറക്റ്റ് 6:30 ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി. ഇതാണ് ആ ഒരു വോൾവോ ബസ്. ഇവിടെ നിന്ന് നാളെ മോർണിംഗ് നമ്മൾ മണാലി എത്തും. അപ്പോൾ ഈ ഒരു നൈറ്റ് ഫുള്ള് ബസ്സിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരു 9:30 സമയമായപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫുഡാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ യാത്രയിൽ ഫുള്ള് ഞങ്ങൾ ചപ്പാത്തിയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്, കാരണം വേറൊന്നും വാങ്ങി ഓർഡർ ചെയ്ത് കഴിക്കാൻ ഒരു ധൈര്യമില്ല. ഈ കറികളൊക്കെ വാങ്ങിയെങ്കിലും ഒന്നും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വെറുതെ പറയുന്നതല്ല, കാരണം നമുക്കത്ര ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഒരു 6:30 സമയം ആയപ്പോഴേക്കും ഞങ്ങൾ മണാലി എത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങളുടെ പാക്കേജിങ്ങിൻ്റെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെ ഒരു കാർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ആ ഒരു പാക്കേജിലുള്ള. അപ്പോൾ ആ കാറിൽ ഞങ്ങളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ നിന്നൊരു 10 to 15 മിനിറ്റ്സ് മാത്രമാണ് ഹോട്ടലിൽ എത്താനുള്ള ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ, ഹിമാചൽ ഹൈറ്റ്സ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഒരു നോർമൽ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. ഭയങ്കര ഹാഷ് ബുഷ് അങ്ങനെയൊന്നും അല്ല എന്നാലും. അപ്പോൾ ഈ ഒരു സാധനം കണ്ടോ ഞാൻ മുഖത്തിട്ടിരിക്കുന്ന, ഇതിട്ടതിന് ശേഷമാണ് എനിക്ക് തലവേദന കുറച്ച് കുറഞ്ഞ കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് തണുപ്പെന്ന് പറഞ്ഞാൽ എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമൊക്കെ വന്നിട്ട്. റൂമൊക്കെ അടിപൊളിയായിരുന്നു, കാരണം അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഒരു കബോർഡ്, നമുക്ക് ഇവിടെ റെഡി ആവാനുള്ള ഒരു ഏരിയ, പിന്നെ വാഷ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വാഷ്റൂം തന്നെയാണ്. അതുപോലെ തന്നെ റൂം ആയിക്കോട്ടെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂ, പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ലൊരു വ്യൂ തന്നെയായിരുന്നു, കാരണം അത് ആൾക്കാർ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലം കൂടെ തന്നെയാണ്. എന്നാലും ആ ഒരു സൺറൈസൊക്കെ കാണാനും ഒക്കെ നല്ല. ഇപ്പോൾ എന്താ പറയുക, വിൻ്റർ ആണെങ്കിലും എന്താ പറയുക, മഞ്ഞ് വീഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്, ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളിനി കഫറ്റേരിയയിലേക്ക് പോകണത്. ഇതാണ് അവിടുത്തെ ഒരു കഫറ്റേരിയ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഫുഡില്ല, അതായത് നമ്മുടെ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല, നമ്മൾ മേടിച്ച് കഴിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. നൈറ്റ് ഫുഡ് പിന്നെ പിറ്റേ ദിവസത്തെ ഫുഡൊക്കെ ഇൻക്ലൂഡഡ് ആണ്. 2 ബ്രേക്ക്ഫാസ്റ്റ് 2 ഡിന്നറാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ റൊട്ടി പിന്നെ പുലാവ് പോലത്തെ എന്തോ സംഭവം
വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല, കഴിക്കാം എന്നുള്ളതാണ്. അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങൾ ഒരു ഉച്ച 2 മണി സമയമായപ്പോഴാണ് അന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മണാലിയിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ കാറിൽ ഞങ്ങളെ അവർ ഫസ്റ്റ് കൊണ്ടുപോകുന്നത് ഹഡിംബ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിളിലേക്കാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ആ ടെമ്പിൾ എത്തിയിട്ടുണ്ട്. ആ ഒരു ടെമ്പിൾ എത്തുമ്പോഴേക്കും അവരുടെ ഒരു ട്രഡീഷണൽ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. അവിടെ അറിയാമല്ലോ അവരുടെ ആ ഒരു രീതികളും കാര്യങ്ങളൊക്കെ. കാരണം അവിടുത്തെ ഷോപ്പിൽ നോക്കിയാൽ മനസ്സിലാവും അവരുടെ കൈകൊണ്ട് തുന്നിയ ഓരോ വസ്ത്രങ്ങളും പിന്നെ ഓരോ ഷോളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതലും കാണുന്നത് കേട്ടോ. പിന്നെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഇതാ കാണുന്നത് യാക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് യാക്കിനെ കാണുന്നത്. അപ്പോൾ വെള്ളയും കറുപ്പും അങ്ങനെ പല കളേഴ്സിൽ അവൈലബിളാണ്. അവർ നമുക്കിങ്ങനെ വെറുതെ കാണുന്നതല്ല, 50 റുപ്പീസ് കൊടുത്താൽ അതിന് പുറത്ത് കയറിയിരുന്ന് ഫോട്ടോ എടുക്കാം. അതാണ് അവരുടെ എന്താ പറയുക, അവരുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് കണ്ടിട്ട് പാവം തോന്നി കേട്ടോ, കാണാനും നല്ല രസമുണ്ട് അവരെയൊക്കെ. അങ്ങനെ ഞങ്ങൾ കയറാനൊന്നും നിന്നില്ല. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് വേണം ആ ഒരു ടെമ്പിളിലേക്ക് പോകാൻ. ഇവിടെ കുറച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ഐറ്റംസാണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ കുറേ സ്റ്റെപ്പുകളാണ് മുകളിലേക്ക് കയറി പോകേണ്ടത്. അങ്ങനെ അത് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കാണുന്ന വേറൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള എന്താ പറയുക, പെയിൻറ്റ് ചെയ്തിട്ടുള്ള ബോർഡുകളാണ് കേട്ടോ. നമ്മുടെ നെയിമൊക്കെ എഴുതി മണാലി എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് അന്നേരം തന്നെ അവർ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. നമുക്കത് പേരൊക്കെ എഴുതി അവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അതൊന്നും ഞങ്ങൾ നോക്കിയില്ല, തിരിച്ചു വരുമ്പോൾ നോക്കാമെന്നുള്ള പ്ലാനിലാണ് പോയത്. അങ്ങനെ കുറേ മുകളിലേക്ക് വീണ്ടും പോകണം, അത്യാവശ്യം കയറാനുണ്ട് കേട്ടോ. അതോ ആ കാണുന്നതാണ് ടെമ്പിൾ വന്നിട്ട്. അത് ഒത്തിരി വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം മണാലി പാക്കേജിൽ മെയിൻ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഹഡിംബ ടെമ്പിളാണ്. അപ്പോൾ അവിടെയാണ് ഫസ്റ്റ് നമ്മൾ എത്തിയത്. ടെമ്പിളിനുള്ളിൽ കയറണമെങ്കിൽ നമ്മൾ ചപ്പലൊക്കെ ഊരിയിട്ട് കയറേണ്ടി വരും. അവിടെ അതിനുള്ളിൽ കയറി കാണാം. ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ടാണ് കയറിയത് കേട്ടോ. കാരണം ചെന്ന ഉടനെ അതിനുള്ളിൽ കയറാൻ നിന്നില്ല, കാരണം തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നടക്കാമെന്ന് കരുതി. അങ്ങനെ അവിടെ നിന്ന് ആ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇതുപോലെ വീണ്ടും കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ ഒത്തിരി പേര് എന്താ പറയുക, അവിടുത്തെ ആ മണാലിയുടെ ഡ്രസ്സ് ഇടാനായിട്ട് നമ്മൾ ഓരോരുത്തർ വന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർ വിളിച്ചതിൻ്റെ ഇതിൽ ഞങ്ങൾ ഇട്ടു എന്നുള്ളതാണ്. ആദ്യം അവർ പറഞ്ഞത് 100 റുപ്പീസ് പെർ പേഴ്സൺ എന്നാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ഞങ്ങളോട് പറഞ്ഞു 2 പേർക്കും കൂടെ 100 ഉള്ളെന്ന്. അങ്ങനെ അത് കേട്ടപ്പോൾ ആൾ ഓക്കെ 2 പേർക്കും കൂടെ 100 എന്ന് പറഞ്ഞിട്ട് റെഡിയായി. അത് പെട്ടെന്ന് തന്നെ അവരെല്ലാം സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ എടുക്കാനും ആളവിടെ പുറകെ നിൽപ്പുണ്ട്. അത് ഒരു ഫോട്ടോയ്ക്ക് 50 എന്തോ ആണ് പറയുന്നത്. ഈ പൂവൊക്കെ അവർ തരും. ഇതുപോലെ തന്നെ മൊയിലുകൾ ഒക്കെ തരാറുണ്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട്. അതൊന്നും ഞാൻ വാങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് നടക്കുമ്പോൾ ഇതുപോലെ കുറേ യാക്കുകളായിട്ടൊക്കെ നിൽപ്പുണ്ട്. ഇത് യാക്കുകളുടെ പുറത്ത് കയറി നമുക്കൊരു റൗണ്ട് ചെയ്യുന്നതിനും 100 റുപ്പീസോ അങ്ങനെ എന്തോ ആണ്. അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്ത് വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇവരുടെ എന്തെങ്കിലും ഒരു ട്രഡീഷണൽ ഈ ഒരു കുട്ടി ഫ്രോക്കുകളുണ്ടോ മോൾക്ക് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നോക്കിയതാണ്. ഇതിനവർ 300 രൂപയാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ക്യാപ്പും ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിയില്ല. ഞങ്ങൾ 250 പറഞ്ഞിട്ട് ആൾ തരാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ താഴെ പോയിട്ട് വേറൊരാളുടെ കയ്യിൽ നിന്ന് ആൾ 250 തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടെമ്പിളിൽ കുറച്ച് ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് ആൾക്കാർ പോയി തുടങ്ങി, കാരണം ഒരു ടൈമൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇത് സംസാരിക്കുന്നത് കുങ്കുമപ്പൂ കൊണ്ടുവന്നിട്ട് ആളോട് ഇതിൻ്റെ വിത്ത് എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഒരു ആക്ഷൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആൾ ഫസ്റ്റ് എത്രയോ 500 600 പറഞ്ഞു. പിന്നെ കുറച്ച് 200 തരാമെന്നൊക്കെ ഉള്ള വാഗ്വാദങ്ങളൊക്കെ ആയി. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നതായിരിക്കണം കുങ്കുമപ്പൂ. അതായിരിക്കും ഇത്രയും ആൾക്കാർ കൊണ്ട് നടക്കുന്നത്, എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു ബുദ്ധിസ്റ്റ് മോൺസ്ട്രി എന്ന് പറഞ്ഞിട്ട്, അതും ഒരു ബുദ്ധിസ്റ്റ് ഒരു ടെമ്പിളാണ് കേട്ടോ. അത് അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടന്നാൽ മാത്രം മതി. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അങ്ങനെ അവിടേക്ക് പോവാണ്.
അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ടെമ്പിൾ തന്നെയാണ്, ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ ആ ഒരു എല്ലാ അറ്റ്മോസ്ഫിയറും നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഒരു പീസ്ഫുൾ അങ്ങനെയുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതും കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതിനുള്ളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു അമ്പലത്തിൽ കയറിയൊരു ഫീല് അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. കാരണം അറിയാമല്ലോ, ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആകുമ്പം അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറും പിക്ചേഴ്സും പിന്നെ ഓരോരോ എന്താ പറയുക വിഗ്രഹങ്ങളും ഒക്കെ നമുക്കങ്ങനെ റിലേറ്റ് ചെയ്യാനേ പറ്റില്ല. എന്നാലും നമുക്ക് ആ ഒരു ഫീല് കിട്ടും, ഒരു ഡിവൈൻ ഫീല് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. പിന്നെ അത് കഴിഞ്ഞൊരു സ്പെഷ്യാലിറ്റി ഇതായി കാണുന്നൊരു സംഭവമാണ്. ഇത് മൂവീസിൽ നിങ്ങൾ യോദ്ധ മൂവിയിലും അല്ലാതെയുള്ള നേപ്പാൾ ഇങ്ങനെയുള്ള ബുദ്ധിസ്റ്റിൻ്റെ ഒരു മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവമാണിത്. ഇതിന് ഇങ്ങനെ കറങ്ങുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. അപ്പോൾ അതിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒത്തിരി കടകളുണ്ട്. ആ കടകളിലായിട്ട് ഇതിൻ്റെ തന്നെ ഒത്തിരി എന്താ പറയുക ഇങ്ങനെയുള്ള സെറാമിക് ആയിട്ടുള്ള ഒത്തിരി എന്താ പറയുക ഐറ്റംസ് കാണാൻ പറ്റും. നമുക്ക് ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ ഇങ്ങ് നടക്കുമ്പോഴത്തേക്കും ഒത്തിരി ഷോപ്സ് അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഇവരുടേതായിട്ടുള്ള ഒരു മാർക്കറ്റ്, അങ്ങനെ ഇവരുടെ കുറേ സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റ്. ഈ കണ്ടോ, നമ്മുടെ ഫോട്ടോസ് അപ്പം കൊടുത്താൽ അവർ അപ്പം തന്നെ പ്രിൻ്റ് എടുത്ത് അതിൽ പേസ്റ്റ് ചെയ്ത് പിക്ചേഴ്സൊക്കെ വരച്ച് മണാലിയുടെ ആ ഒരു ഇതൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി തരുന്നതാണ്. അങ്ങനെ ഒത്തിരി ഷോപ്സ് അവിടെ ഉണ്ട്. അതേ സെയിം കാര്യങ്ങൾ ചെയ്യുന്നതായി കാണുന്നതും അതുപോലത്തെ ഒരു ഷോപ്പാണ്. അന്നേരം അവർ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയുക ക്രാഫ്റ്റ്സ് ഐറ്റം, ബാഗുകൾ എല്ലാം നമ്മൾ വിചാരിക്കും ഇവിടത്തുള്ള മാർക്കറ്റിൽ ഭയങ്കര വിലക്കുറവ് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു ഡീസൻറ്റ് വാല്യൂ ആണ് എല്ലാത്തിനും അവർ പേ ചെയ്യുന്നത്. ഈ ഒരു ഷോപ്പിൽ നല്ല വിലയുള്ള ഒരു ഷോപ്പായിരുന്നു കേട്ടോ. കാരണം ഓരോ സാധനത്തിനും നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കും വിലക്കുറവായിരിക്കുന്നതല്ല. ഇത് എല്ലാം വുഡൻ ഐറ്റംസും അങ്ങനെയുള്ള ഒരു കുറച്ചുകൂടെ ക്ലാസി ഐറ്റംസാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വില അതിനുണ്ട്. നമ്മൾ ഡൽഹി മാർക്കറ്റിൽ പോയ പോലെ ഒരു എഫക്റ്റ് അല്ല ഇത്. കാരണം കുറച്ചുകൂടി വില കൂടിയ ഐറ്റംസ്, വില എന്ന് വെച്ചാൽ എല്ലാത്തിനും വില കുറച്ച് കൂടുതലാണ്. ബാർഗെയിൻ ചെയ്യാൻ നിന്നാലും കുറച്ച് കുറയ്ക്കും എന്നല്ലാതെ ഭയങ്കര കുറവൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ അവിടെ നമ്മൾ തിരിച്ച് വീണ്ടും ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു സ്പോട്ട് കണ്ടു. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ഒരു ടിബറ്റൻ ഫ്ലാഗൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു എന്താ പറയുക പാലം. അപ്പോൾ അതിന് താഴെ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അവിടെ നിൽക്കുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ അതും ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. കുറേ പേരങ്ങ് താഴേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് വീണ്ടും ഹോട്ടലിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഫുഡ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഉള്ളതാണ്, അതായത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിന് റൈസ്, പിന്നെ ദാൽ കറി ഉണ്ടായിരുന്നു, പിന്നെ അവരുടെ തന്നെ ഒരു പൊട്ടറ്റോ എന്തോ ചെയ്തിട്ട് ഇത് എന്താണെന്ന് എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ. പിന്നെ പനീർ കറി ഉണ്ടായിരുന്നു, ഒരു യെല്ലോ കളർ ഡെസേർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ആകെ ഇതിലിഷ്ടപ്പെട്ടത് ആ ഒരു ഡെസേർട്ട് മാത്രമാണ്. പിന്നെ നമുക്ക് ചോറ് അത്രയും അങ്ങനെ വെന്ത ചോറൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചപ്പാത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പനീർ കറി കുഴപ്പമില്ല, ഓക്കെ. എനിക്ക് അതിലാകെ പനീർ കറിയാണ് ഇഷ്ടപ്പെട്ടത്, പൊട്ടറ്റോന്ന് അത്ര ഇഷ്ടം. നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ സ്നോ ഉള്ള സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ പാർട്ട് 2 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.